തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ പ്രസവ ചികിത്സാ പിഴവ് ആരോപണത്തിൽ അന്വേഷണ സംഘത്തിന് വീണ്ടും പരാതിയുമായി യുവതി. ഡോക്ടർ നൽകിയ മൊഴിക്കെതിരെയാണ് ഹസ്ന ഫാത്തിമയുടെ പരാതി. ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഞാൻ യാത്ര ചെയ്തു, സ്റ്റെപ്പ് കയറി, അങ്ങനെയാണ് ഈ മുറിവ് എനിക്ക് സംഭവിച്ചത് എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ ഈ സ്റ്റെപ്പ് കയറിയോ യാത്ര പ്രസവിച്ച് ഡിസ്ചാർജ് ആയപ്പോൾ ഞാൻ വീട്ടിൽ പോയി. ഇവിടുന്ന് 20 കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തു. ഈ യാത്ര ഞാൻ ചെയ്തു, അതിൽ കൂടുതൽ യാത്ര ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഡോക്ടർ എന്താർത്ഥത്തിലാണ് ഇങ്ങനെ യാത്ര ചെയ്തെന്നും സ്റ്റെപ്പ് കയറിയെന്നും പറഞ്ഞതായിട്ടുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. പ്രസവാനന്തര ചികിത്സാ പിഴവിലാണ് രണ്ടാമതും ഈ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. ഹസ്ന ഫാത്തിമ പരാതി നൽകിയത് കാരണം ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് DMO തല അന്വേഷണം നടന്നിരുന്നു. ഈ DMO തല അന്വേഷണ സംഘം പെൺകുട്ടിയെ നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. അന്ന് ആ മൊഴിയുടെ വിശദാംശങ്ങൾ നമ്മൾ കണ്ടതാണ്. തുന്നയുടെ തുടർന്ന് അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ആരോപണ വിധേയായ ഡോക്ടർ ഇത് സംബന്ധിച്ചിട്ടുള്ള മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടി അന്വേഷണ സംഘത്തിന് മുമ്പ് വീണ്ടും പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഈ പെൺകുട്ടി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പാടെ നിഷേധിക്കുന്നതായിരുന്നു ഡോക്ടറുടെ മൊഴി. ഡോക്ടർ പറയുന്നത് ഈ പ്രസവത്തിന് ശേഷം പെൺകുട്ടി യാത്ര ചെയ്തതും സ്റ്റെയർ കേസ് കയറിയതുമാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഒന്നും തന്നെ തന്റെ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഈ പ്രസവാനന്തര ശസ്ത്രക്രിയക്കിടെ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്, തുന്നലിടുന്നതിൽ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് തനിക്ക് ഇത്രയും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം. തന്റെ കുഞ്ഞിന് മുലയൂട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. അത് മാത്രമല്ല, താനിപ്പോൾ എവിടെയെങ്കിലും സഞ്ചരിക്കണമെങ്കിൽ 2 ബാഗ് കൂടിയാണ് കൊണ്ടുപോകുന്നത്. അതായത് ഒന്ന് യൂറിൻ പോകുന്നതിന് വേണ്ടി, ഒന്ന് മലവും മറ്റും സാധനങ്ങൾ, ഈ ഡിസ്ചാർജ് ചെയ്യുന്ന സാധനങ്ങൾ വരുന്നതിന് വേണ്ടി 2 ബാഗ് കൊണ്ട് മാത്രമേ തനിക്ക് പുറത്തു പോകാൻ സാധിക്കത്തുള്ളൂ. ഇതെല്ലാം തന്നെ ഈ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. അത് മാത്രമല്ല, ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക് റെഫർ പോലും ചെയ്തിരുന്നില്ല. അങ്ങനെ റെഫർ ചെയ്തിരുന്നുവെങ്കിൽ, ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ SIT ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിരുന്നെങ്കിൽ തനിക്ക് ഇത്രയും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത്. എന്തായാലും ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് പെൺകുട്ടി സ്റ്റെയർ കേസ് കയറിയത് കൊണ്ടും യാത്ര ചെയ്തത് കൊണ്ടുമാണ് പിഴവ് സംഭവിച്ചതെന്നാണ് പറയുന്നത്.